അവിടത്തേക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകണം. ഓഗസ്റ്റ് മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്കും ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. പരിമിതിയുടെ മധ്യത്തിൽ ചെറിയൊരു കൂട്ടമായി ആരാധിക്കുന്നതിലൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ദൈവനാമത്തിൽ സ്വാഗതിച്ചു. ഓണം വളരെ അടുത്തെത്തി. തിങ്കളാഴ്ച ഓണം 2019, 2018, 2019 ഈ വർഷങ്ങളിലൊക്കെ കേരളത്തിലെ ഓണം വളരെ ശുഷ്കമായി. 2 വെള്ളപ്പൊക്കം. 2020 ആയപ്പോൾ അത് COVID-19 പ്രകൃതി ദുരന്തവും വിമാനാപകടവും അങ്ങനെ പല വിധത്തിൽ ഓണത്തിന്റെ സന്തോഷത്തെ തെളിപ്പെടുത്തുന്നു. ആർക്കാണ് ഓണം ആഘോഷിക്കുവാനായിട്ട് സാധിക്കുന്നത്? സമാധാനമില്ലാതെ ജനം പ്രാർത്ഥനയോർത്തുപോലെ ലോകം മുഴുവൻ ഇത്രയും ഭയപ്പെട്ട ഒരു സമയം വേറെ ഉണ്ടായി. 2 ലോകമഹായുദ്ധങ്ങൾ ലോകത്തിൽ നടന്നു. അന്ന് പോലും ജനം ഇത്രയും ഭയപ്പെട്ടു. ഈ കൊറോണ വൈറസ്, ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞു, മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയൊരു വൈറസ് അതിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുകയോ പേടിച്ചു നിൽക്കുക. ദൈവത്തിന്റെ വചനം മുഴുവൻ പറയുന്നത് ഭയപ്പെടേണ്ട, ഡോണ്ട് ബി അഫ്രൈഡ്, ഭയപ്പെടേണ്ട. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുമ്പോഴും ജനം ഭയപ്പെട്ടു. ഞാൻ ഓണമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്, ഓണം ഇതിന്റെയൊക്കെ മധ്യത്തിലും ഒരു വിധത്തിൽ ഓണത്തിന് വലിയ ആഘോഷങ്ങളൊക്കെ തുടങ്ങി കഴിയും. ആർക്കാണ് ഓണം ആഘോഷിക്കാനായിട്ട് സാധിക്കും? നല്ല കൃത്യ കണക്കനുസരിച്ച് ഒരു ദിവസത്തെ കണക്ക് തന്നെ 2770 2000 കടന്ന് രോഗവ്യാപനം. നമ്മുടെ കോട്ടയം ജില്ലയിൽ 103 ഓരോ ദിവസവും കൂടി 50,000 കഴിഞ്ഞ് ഇന്ത്യയിലെ മാത്രം മരണം. 53 ലക്ഷത്തോളമായി രോഗികളുടെ എണ്ണം. അപ്പൊ ജനസംഖ്യയുടെ നല്ലൊരു ഭാഗം രോഗികളാണ്, അതുപോലെ മാറ്റപ്പെടുക. ഓണത്തിന്റെ നടുവിൽ 5 ഇപ്പോഴും മണി കഴിക്കാം. 70 പോയി 65 ശവം കിട്ടി. ആർക്കാ ഓണം ആഘോഷിക്കാനായിട്ട് പറ്റും? അല്ലേ? 5 ഇപ്പോഴും 10 ദിവസം കഴിഞ്ഞ് ഇപ്പോഴും മണി കഴിയും. രോഗാവസ്ഥയിൽ കഴിയുന്നു. പ്രത്യേകിച്ച് ഇത് പറയുന്നതുകൊണ്ട് ഞാൻ വൈകാറിയിലെ ഇന്ന് ഇപ്പോഴത്തെ പ്രാർത്ഥിച്ചതിനെ മുന്നോട്ട ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. വളരെ ദുരിതാവസ്ഥ. അപ്പൊ പല വിധത്തിൽ ഭാരപ്പെടുന്ന, സന്തോഷിപ്പാനായിട്ട് വകയില്ലാത്ത ഒരുപാട് ജനമാണ്. അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം നമ്മളെ ആഗ്രഹിച്ചു. ഈ കൊറോണയെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു വ്യത്യാസവുമില്ല. ദൈവത്തിന്റെ ശിക്ഷാവിധിയാണെന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പറഞ്ഞു. ഇന്ന് ഞാനൊരു വാക്യം വായിച്ചു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 58-ഉം 59-ഉം വാക്യങ്ങൾ അത് വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെയാ പറയുന്നത്: നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരും. എത്ര മാസമായി? നീണ്ടു നിൽക്കുന്ന മഹാബാധകളും വല്ലാത്ത രോഗങ്ങൾ. അല്ലെ? നീ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കാഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന എത്ര മാസം? ഇത് കഴിഞ്ഞ വർഷം തുടങ്ങിയത്, 2019 അവസാന മാസങ്ങളിൽ തുടങ്ങിയത്. ഒക്ടോബർ മാസമായിട്ട് കൂടുതലല്ല കുറയും. നീണ്ടു നിൽക്കുന്ന മഹാബാധകൾ, നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും. ദൈവവചനം
വളരെ ശ്രദ്ധയോടെ നാം പഠിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിന്റെ രണ്ടാം വരവിന്റെ ലക്ഷണങ്ങളായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാ കുടുംബങ്ങളിലും വേദവായനക്കാട് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ വായിക്കേണ്ട വേദഭാഗങ്ങൾ ആരും വായിച്ചിട്ടുണ്ട്. വേദവായനക്കാട് വെച്ച് വായിക്കും. വളരെ സന്തോഷം. ഇന്നലെ വായിച്ച വേദഭാഗം ആവർത്തന പുസ്തകം 31-ാം അധ്യായം 30 വാക്യം. ഇന്നത്തെ ആ പാഠഭാഗം നിങ്ങൾ ഇന്നലെ വായിച്ചിട്ട് ഇന്ന് വായിച്ചു. തെറ്റിപ്പോയ ജനം, മനുഷ്യന് പറ്റിയ വീഴ്ച വളരെ വ്യക്തമായിട്ട് മോശയോട് വിളിക്കും. അപ്പൊ ആവർത്തന പുസ്തകം 31-ന്റെ 30 വരെയുള്ള വാക്യങ്ങളായിരുന്നു തുടങ്ങിയത്. അതുപോലെ 32-ാം അധ്യായം കൂടെ കൂടുതലായിട്ട് നിങ്ങൾ വീഴ്ച വായിച്ചു. അപ്പൊ ദൈവവചനം എന്താണ് നമ്മളെ ഓർപ്പിക്കുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഞാൻ വേഗം വിഷയത്തിലേക്ക് വരട്ടെ. ഇന്ന് പെന്തക്കോസ്ത് ശേഷം 12-ാമത്തെ ഞായറാഴ്ച. ഇന്ന് ചിന്തിക്കുന്ന വിഷയം വിശുദ്ധ യൂക്കറിസ്റ്റ് എന്ന സാക്രമെന്റ്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ, കഴിഞ്ഞ 26 ആഴ്ച വിശുദ്ധ വിവാഹം, കഴിഞ്ഞ ആഴ്ച ബപ്തിസ്മ എന്ന സാക്രമെന്റ്, ഇന്ന് വിശുദ്ധ യൂക്കറിസ്റ്റ് എന്ന സാക്രമെന്റ്, ഉദാശകളെ കുറിച്ചുള്ള പഠനം. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളൊക്കെ, പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലൊക്കെ, അതുപോലെ ഗുരുജലേഖനത്തിലൊക്കെ നമ്മൾ വായിച്ചത്, അപ്പം എടുത്ത സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, ഈ ഓർമ്മയ്ക്ക് ചെയ്യും. അപ്പോൾ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴും വേണ്ടി ഓർമ്മയ്ക്കായി ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ നാം സക്രമം നമുക്കൊക്കെ അറിയാം. അകമേ പ്രാപിക്കുന്ന ദൈവകൃപയുടെ പുറമെയുള്ള അടയാള സക്രമം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, പാരമ്പര്യ സഭകൾക്ക് 7 ഉദാശകൾ ഉണ്ടെങ്കിലും നമ്മുടെ സഭ, നവീകരണ സഭ, പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് 2 സക്രമന്റുകളാണ്. നമ്മൾ പ്രധാനമായി അന്വേഷിക്കുന്ന സക്രമം എന്ന് പറയുന്നത് ബപ്തിസ്മയും കർത്താവിന്റെ ബപ്തിസ്മ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അപ്പൊ കർത്താവിന്റെ അത്താഴം, അത് തിരുവത്താഴമെന്നും കർത്തൃമേശയെന്നും ഒക്കെ പല രീതിയുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബപ്തിസ്മ, യൂക്കറിസ്റ്റ് എന്ന വാക്ക്. യൂക്കറിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം നന്ദി പറയുക, താങ്ക്സ് ഗിവിംഗ്, നന്ദി പറയുക. ഇപ്പം രക്ഷിതാവായ യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകിയതിനായി നാം ദൈവത്തിന് അതാ നമ്മുടെ യൂക്കറിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഓരോ യൂക്കറിസ്റ്റ് നമുക്കൊക്കെ വളരെ സുപരിചിതമാണ്. ഓരോ വർഷവും നമ്മൾ ചിന്തിക്കും. യേശുക്രിസ്തു വളരെ വ്യക്തമാണ്, ഇത് എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യും. അപ്പൊ യൂക്കറിസ്റ്റ് അല്ലെങ്കിൽ കർത്താവിന്റെ അത്താഴം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ അനുസ്മരിച്ചുകൊണ്ട് ദൈവസഭ, ക്രൈസ്തവ സഭ ആചരിച്ചു വരുന്ന ഉദാശയാണ് ഈ കർത്താവിന്റെ അത്താഴം. നാം ഇത് വായിച്ചു കേട്ടപ്പോൾ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി കഴിച്ച അവസാനത്തെ പെസഹ, അതാണ് പരമ്പരാഗതമായി കർത്താവിന്റെ അത്താഴമായി സഭ ആചരിച്ചു. യേശു കർത്താവിന്റെ ഈ അത്താഴത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലും, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലും ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ വായിച്ച ഗുരുജലേഖനം 10-ാം കവല. ആണ്ടുതോറും മുടക്കം കൂടാതെ യഹൂദന്മാർ ആചരിച്ചു വരുന്ന പെസഹ പെരുന്നാളിന് വേണ്ടി കൂടി വരുമ്പോൾ ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾ പുറകിൽ മുതൽ ആചരിച്ചു വരുന്നൊരു കാര്യമാണ് പെസഹ പെരുന്നാൾ. എന്നാൽ യേശു കർത്താവിന്റെ അവസാന പെസഹയുടെ സമയത്ത് കൂടി വരുമ്പോൾ അന്ന് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ഇനി മുതൽ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുക. പെസഹ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇസ്രായേലിന്റെ അടിമത്തത്തിൽ യേശു സ്വർഗത്തിലെ യഹോവയായ ദൈവം ജനത്തെ വിടുവിച്ചതിന്റെ, അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ രക്തം കട്ടളമേലും കുറുമ്പടിമേലും
ഉരുട്ടുന്നതിൻ്റെയൊക്കെ അടയാളം. അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ പാപപരിഹാരത്തിനായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഓരോ മനുഷ്യന്റെയും പാപത്തിന്റെ കാഠിന്യത്തിനനുസരിച്ചും അവന്റെ സാമ്പത്തിക നില അനുസരിച്ചുമുള്ള യാഗങ്ങൾ, ഏത് പാപം ചെയ്താലും, അത് കുറുപ്രാവുകൾ, ആട്ടുകൊറ്റൻ, കാള, അങ്ങനെ ഉള്ള യാഗങ്ങൾ. അപ്പൊ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗങ്ങളെ അർപ്പിക്കും. ഇത് ഞാൻ കണക്കിന് വർഷങ്ങളായിട്ട് അനുവർത്തിച്ചിരുന്ന ഒരു കാര്യം. എന്നാൽ യൗവനക്കാരനായ ഒരു ചെറുപ്പക്കാരൻ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് യോഹന്നാൻ സ്നാപകന്റെ അടുക്കിലേക്ക് യോഹന്നാൻ സ്നാപകൻ ദൂരെ വിളിച്ചു പറയുന്നു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഒരു കാള, ആട്ടുകൊറ്റൻ ഒരു മനുഷ്യന്റെ പാപത്തെ ചുമക്കുന്നുവെങ്കിൽ യോഹന്നാൻ യേശുവിനെ നോക്കിയിട്ട് പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ. അതുകൊണ്ട് ഇനി വേറെ യാഗത്തിന്റെ ആവശ്യമില്ല. ഇനി കുറുപ്രാവുകളെയോ ആട്ടുകൊറ്റനെയോ കാളയോ ഞാൻ കഴിക്കേണ്ട ആവശ്യം. ഇത് ലോകത്തിന്റെ മുഴുവൻ പാപത്തെ ചുമക്കുവാൻ പ്രാർത്ഥന യോഗ്യത യോഹന്നാൻ സ്നാപകൻ നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഇനിയുള്ള പെസഹയിൽ ഇതിന്റെ അനുഷ്ഠാനം മാറുക, എന്റെ ഓർമ്മ മാറുക. ഇനി ഇത് ചെയ്യുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ ജനത്തിന്റെ പാപത്തിന് വേണ്ടി ഒരുപാട് യാഗങ്ങൾ നടന്നുവെങ്കിൽ ഇവിടെ യേശു കർത്താവിനെ പറയുന്നത്, ഈ പെസഹ കുഞ്ഞാട് ഞാൻ തന്നെ, ഞാനാണ് യഥാർത്ഥ പെസഹ കുഞ്ഞാട്. ഇനി യാഗത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഈ പെസഹ എന്ന് പറയുന്നത്, അതുവരെ അനുഷ്ഠിച്ചിരുന്ന പെസഹ യഹൂദനല്ലാതെ ഒരു മനുഷ്യനും ഈ പെസഹയിൽ പങ്കെടുക്കാൻ സാധ്യമല്ല. നിയമം അങ്ങനെ. എന്നാൽ പുതിയ നിയമസഭയിൽ നാം കാണുന്നത്, അല്ലെങ്കിൽ പുതിയ നിയമസഭ ഇതൊരു സക്രമന്തായിട്ട് ആചരിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും യേശു കർത്താവിന്റെ ക്രൂശുമരണത്തെ ധ്യാനിക്കുവാനും അനുതാപത്തോടെ കർത്താവിന്റെ അടുക്കൽ വരുവാനും കാരണമായി യേശു കർത്താവ് ഈ പെസഹയ്ക്ക് വേറൊരു അർത്ഥം നൽകിയപ്പോൾ, ഒരു മാനം നൽകിയപ്പോൾ, ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവർക്കും കടന്നു വരുവാൻ. ആർക്ക് വേണമെങ്കിൽ, അവിടെ യഹൂദനെന്നോ എവരെന്നോ വ്യത്യാസം, പണക്കാരെന്നോ പാവപ്പെട്ടെന്നുള്ള വ്യത്യാസം, യാതൊരു വ്യത്യാസവും കൂടാതെ ആർക്കും കടന്നു ചെല്ലാവുന്ന, അനുഷ്ഠിക്കാവുന്ന ഒരു ശുശ്രൂഷയായിട്ട് ഈ സക്രമം. ഒന്നാമതായി കാണുന്നത് കർത്താവിന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഓരോ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിലും നാം പറയുന്നത്, ഇവിടെ യേശു കർത്താവിന്റെ മരണത്തെ നമ്മൾ കൊണ്ടാടി, അതിന്റെ ഉയർത്തിലേക്ക് പറയും. രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവം. യേശു കർത്താവ് തന്നെ പറയുന്നു, നാം നുറുക്കുന്ന അപ്പം കർത്താവ് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടാണ്. അപ്പൊ ഇത് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കേണ്ടത് കൂട്ടായ്മ ബലപ്പെടുകയും. അതാണ് ഇതിനു മുമ്പ് വിശുദ്ധ സംസർഗ ശുശ്രൂഷ അനുഷ്ഠിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ പ്രാർത്ഥന, പിന്നെ കയ്യസൂര്യ തമ്മിലുള്ള സ്നേഹമുണ്ട്. അപ്പൊ നാം നോക്കുന്ന ഈ അപ്പം കർത്താവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ, അപ്പൊ ദൈവജനം തമ്മിലുള്ള ഒരു വലിയ കൂട്ടായ്മയ്ക്ക് കാരണമാകുന്ന അനുഭവം. രണ്ട്, നാം കുടിക്കുന്ന പാനപാത്രം യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടയാളം. എത്രമാത്രം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണ് ജനം ഇതിനെ കൈകൊള്ളുന്നത്. അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നല്ലവണ്ണം വിവേചിച്ചിട്ട് വേണം കർത്താവിന്റെ മേശയിലേക്ക് വരിക. കർത്താവിന്റെ മേശയിലേക്ക് വരും. തീർച്ചയായും ഇത് കഴിക്കുമ്പോൾ, ഇത് അനുഷ്ഠിക്കപ്പെടുമ്പോൾ നാം കർത്താവിനും കർത്താവ് നമ്മിലും വസിക്കുന്ന അനുഭവം ഉണ്ടാകും. അത് മാത്രമല്ല, നമുക്ക് ജീവനും ചൈതന്യവും ഉണ്ടാകും. കർത്താവിന്റെ ശരീരത്തെ കഴിക്കുമ്പോൾ
കർത്താവിന്റെ രക്തം പാനം ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ജീവനും ചൈതന്യം കൈവരും. അത് പരസ്പര കൂട്ടായ്മയ്ക്ക്, ദൈവത്തോടും മനുഷ്യരോടും ഒക്കെയുള്ള കൂട്ടായ്മയ്ക്ക് ഇത് കാരണമായി. എന്നിട്ട് പറയാം, യേശുവത്ത പറയാം, ഞാൻ വരുവോളം എന്നെ ഓർമ്മിക്കാൻ, എന്റെ മരണത്തെ പ്രസ്താവിക്കണം. ഓരോ കുർബാനയുടെ കർത്താവിന്റെ വരവോളം തന്റെ ക്രൂശുമരണത്തെ പ്രസ്താവിക്കുന്ന, അല്ലെങ്കിൽ ക്രൂശുമരണത്തെ സാക്ഷിക്കുന്ന ഒരു അടയാളമാണ് കർത്താവിന്റെ. രണ്ട് അന്യോന്യമുള്ള കൂട്ടായ്മ. ഈ ഒരു കൂട്ടായ്മയിൽ, ഈ സക്രമത്തിൽ യേശു കർത്താവിനെ ഓർക്കുന്നത് പോലെ തന്നെ മാനുഷിക ബന്ധങ്ങളിലുള്ള ഐക്യവും ദൃഢതയും ശ്രദ്ധിക്കണം മനുഷ്യൻ. വളരെ വ്യക്തമായിട്ട് പറയുന്നു, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം. ഇതാണ് ഏറ്റവും കഥയായിട്ടുള്ള സത്യം. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശങ്ങൾ. എത്ര വലിയ അർത്ഥമാണ്! നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശങ്ങൾ. പലരായ നാം ഒരു ശരീരം. സഭ എന്ന് പറയുന്നത്, സഭയിൽ ഭിന്നിപ്പ് പാടില്ല. ക്രിസ്തു എന്ന ശരീരത്തിന്റെ അവയവമാണ് സഭ. ഇവിടെ നാം വായിച്ച രണ്ടാം പാഠത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നു, അന്യോന്യമുള്ള കൂട്ടായ്മയ്ക്ക് ആദിമസഭ വളരെ പ്രാധാന്യം നൽകി എന്ന് പറഞ്ഞാൽ, അപ്പം നുറുക്കലിൽ ഒരു കൂട്ടായ്മ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആദിമസഭ അപ്പം നുറുക്കശുശ്രൂഷയൊക്കെ ചെയ്യുന്നു. അപ്പോസ്തലൻ ഒരുമിച്ച് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, അവര് വസ്തുവകളെല്ലാം വിറ്റുക, ദേവദാസന്മാരെ എടുക്കൽ കൊണ്ടുവരിക, എല്ലാം പുതുവകയിൽ നിന്നുകയും. അവിടെ 2-ാമത്തെ 46-ാം വാക്യം പറയും, അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും അനുഭവിച്ചു. നോക്കുക, ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ ഉല്ലാസം, വലിയ സന്തോഷം, ഒന്നിച്ച് സന്തോഷിക്കാനായിട്ട് ഹൃദയപരമാർത്ഥത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ അത്താഴത്തിൽ ഈ കൂട്ടായ്മ ബന്ധം വളർത്തുവാനായിട്ട് സാധിക്കും, അല്ലേ? മാത്രമല്ല, കർത്താവിന്റെ അത്താഴത്തിൽ പങ്കെടുക്കുമ്പോൾ അത് നിരന്തരം ശോധന ചെയ്യുവാൻ, ശുദ്ധീകരിക്കുവാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കും. കുറവുകൾ ബോധ്യപ്പെടുക. ഈ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് പേരെന്ന് പറയാം. ഞാനൊരു പള്ളിയിൽ, എന്റെ പള്ളിയിൽ തന്നെ യൂട്യൂബിലൊക്കെ ഒരു പറ്റി പറയുന്ന ആളുകൾ, അതുകൊണ്ട് ഒത്തിരി സൂക്ഷിച്ചാ പറയുന്നത്. ഈ യൂട്യൂബിൽ കാണുന്നത് എന്റെ ഒരു പള്ളി സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നു. ഈ കറുത്ത വേദപുസ്തകം ഈ കഷ്ടങ്ങൾ ഈ പുളിസുകാർക്ക് വലിച്ചുണ്ടാകും പിള്ളേരൊക്കെ കാണും. ഞാൻ ആ മനുഷ്യനോട് പലരും പറഞ്ഞു, അച്ഛൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, നിങ്ങൾ ആ പുസ്തകം താത്തി വെച്ചിട്ട് പുള്ളിക്ക് അമ്മച്ചിയിൽ കൊണ്ടെല്ലാം സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പുള്ളി പഠിപ്പിച്ചു പോകും. തിരിച്ചു പോകുന്ന സമയത്ത് ഈ പുള്ളി കഷ്ടത്തിലേക്ക് ഇതിങ്ങനെ പുള്ളി വീടിൽ വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാനൊക്കെ മരിക്കും, പക്ഷെ പുള്ളി അന്നനാളത്തെ ക്യാൻസർ വന്നാണ്. ഇത് മനസ്സിലാക്കേണ്ട ഞാൻ പറയും, നമുക്ക് നാളെ എന്തായാലും അറിയാൻ നോക്കിയത്. എന്റെ ഇടവയത്തിൻ്റെ ഒരു മനുഷ്യൻ എന്നോട് പറയുന്നത് അറിയുന്നില്ല, എക്സ് ഗൾഫൊക്കെ നല്ലോണം പണമൊക്കെ ഉണ്ടായിരുന്നു, എപ്പോഴും വേണം. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ വലിയ ആഭ്യന്തരത്തിന്റെ മലപ്പുഴ ടൗൺ സ്റ്റേജിന്റെ ഒക്കെ ചാർജ് പുള്ളില്ല. ഇപ്പം നിരോധനം ഉണ്ടല്ലോ. മലപ്പുഴ അറിയാമല്ല, ടൗണിൽ പാലക്കാട്ടിലെ 2 ബാറുണ്ടായി. അപ്പോൾ മലപ്പുഴ പാലത്തിനോട് ചേർന്നായി സ്റ്റേജിൽ. അപ്പോൾ പുള്ളി സ്റ്റേജിൽ അടുപ്പില്ല അക്കോമഡേഷൻ. പുള്ളി കാലത്ത് അക്കരയൊന്ന് ഒപ്പിക്കലും മാറി മാറി മീൻ വെള്ളം എടുക്കും പോലെ വെള്ളം എടുക്കും മദ്യപ്പുള്ളി. അവസാനം നമ്മുടെ തിരുമേനി വിശുദ്ധ സംസ്കൃതം നടത്തുമ്പോൾ ആടി വന്ന് അവിടെ വന്ന് വിശുദ്ധ സംസ്കൃതം പലതില്ല ആയുസിന്റെ പകുതി കഴിവെന്ന് ജീവിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തു. അതുകൊണ്ട് ഇത് വിവേചിച്ചിട്ട് ചെയ്യേണ്ട കാര്യം.
ഇവിടെ കുറവുകൾ ബോധ്യപ്പെടണം, അയോഗ്യത മനസ്സിലാക്കണം, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് മനസ്സിലാക്കണം. ഇത് അവരവരെ തന്നെ വിധിക്കാനായിട്ടുള്ളൊരു അവസരം. കമ്മ്യൂണിസ്റ്റ് നമ്മൾ പലപ്പോഴും നമ്മളെയല്ല വിധിക്കുന്നത്, നമ്മൾ മറ്റുള്ളവരെ വിധിക്കും, അല്ലേ? നമ്മളെ തന്നെ വിധിക്കുക, നമ്മളെ തന്നെ ശോധന ചെയ്യുക. അപ്പൊ കമ്മ്യൂണിറ്റിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രശ്നം പറയും, ഇത് ശോധന ചെയ്ത് ചിലത് കഴിയും, അല്ലെങ്കിൽ നിങ്ങൾ കാര്യം രോഗികളാവും, അല്ലേ? ഈ കർത്താവിന്റെ ശരീരങ്ങളെ ഭക്ഷിക്കുമ്പോൾ അത് ജീവനും ചൈതന്യവും സമൃദ്ധിയായ ജീവനും നമുക്ക് നൽകും. വിവേചിച്ച് ഭക്ഷിക്കും. വിവേചിക്കാതെ ശോധന ചെയ്യാതെ കഴിച്ചാൽ ഇത് കഴിച്ചത് രോഗികളാവും. നിങ്ങൾ ചിലരെങ്കിലും മരിച്ചു പോകും. ചെയ്യാതിരിക്കരുത്, കഴിക്കാതിരിക്കരുത്. നമുക്കിപ്പോ എത്ര മാസങ്ങളായി നമ്മുടെ കമ്മ്യൂണിറ്റി, അല്ലേ? ഒരുപാട് മാസങ്ങളായി പുസ്തകത്തിൽ കൂടി ചിലരൊക്കെ മരിച്ചു പോകും. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് നാം വായിച്ചു കേട്ട ഭാഗത്തോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നന്മയുടെ മേശയും തിന്മയുടെ മേശയും, രണ്ട് വാക്കുകൾ അവിടെ കൊടുത്തിരിക്കും. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 21-ാം ഭാഗത്ത് അവിടെ ഒരു കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും, ഞാൻ പറഞ്ഞത് കുടിപ്പാൻ പാടില്ല. നമുക്ക് പകലൊരു പാനപാത്രമുണ്ട്. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. ഞാൻ പറഞ്ഞതല്ല, ഒരു കലയിൽ 1 കൊരിന്ത്യർ 10 എഴുതിയിരിക്കും. അപ്പം കർത്താവിന്റെ മേശ, കർത്താവിന്റെ പാനപാത്രം, ഭൂതങ്ങളുടെ പാനപാത്രം, കർത്താവിന്റെ മേശ, ഭൂതങ്ങളുടെ മേശ, ഇത് രണ്ടിലും കൂടെ പങ്കാളികളാകാൻ പറ്റുകയില്ല. അത് തന്നെ അപ്പോസ്തലൻ മോളി പറയുന്നത്, നന്മയുടെ മേശയും തിന്മയുടെ മേശയും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മേശയിൽ തിരുമേശയിൽ നാം പങ്കാളികളാകുമ്പോൾ, ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവനിൽ പുതിയ ചൈതന്യം, ബലം, ജീവനൊക്കെ ഉണ്ടാകും, ജീവൻ ചൈതന്യം. മറ്റവസരങ്ങളിൽ തിന്മയുടെ മേശയിലും ചീളാകേണ്ടതല്ലേ? തിന്മയുടെ മേശയിലും നന്മയുടെ മേശയും. വേദപുസ്തകം മുഴുവൻ പഠിക്കുമ്പോൾ ഈ 66 പുസ്തകങ്ങളിൽ പ്രവാചകന്മാർ എഴുതിയിട്ടുണ്ട്, അപ്പോസ്തലന്മാർ എഴുതിയിട്ടുണ്ട്, ശിഷ്യന്മാർ എഴുതിയിട്ടുണ്ട്, ഒരുപാട് സംഘടനക്കാർ ഒക്കെ എഴുതി. പക്ഷേ യേശു കർത്താവ് തന്നെ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രത്യേകമായിട്ട് കേൾക്കും. യേശു നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഉണ്ടായി. അപ്പൊ ഈ മേശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഭൂതത്തിന്റെ മേശ പോലല്ല, ഇത് ശാപത്തിന്റെ മേശയല്ല. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഉണ്ടായി. നാം അനുഗ്രഹിക്കുന്ന പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായി. ഇത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പലപ്പോഴും നമുക്ക് ദൈവവചനത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. 10 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആരാധനയിൽ സംബന്ധിക്കുവാനായിട്ട് വിലക്കും. 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ആദ്യത്തെ പിള്ളേരുണ്ട്. നമുക്കൊരു മോങ്ങാനിരുന്നതായിട്ട് തേങ്ങ വേണമെന്ന് പറഞ്ഞു, എങ്ങനെ പള്ളി വരാതിരിക്കാവുന്ന ഓർത്തിരുന്ന പറ്റിയ അല്ലേ? പാസല്ലേ? 10 വയസ്സിന് മുതൽ 5-20 വയസ്സ് കൂടെ ഞാൻ വിചാരിച്ചു. അപ്പൊ 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? വരത്തില്ല. 65 വയസ്സിന് മുകളിൽ. പക്ഷെ ചിലർ ആഗ്രഹത്തോടെ ഇരിക്കുന്നവരുണ്ട്. എപ്പോഴാണ് ആരാധനയ്ക്ക് വരാനായിട്ട്? ദൈവത്തിന്റെ വചനം പറയുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവം എന്റെ ആത്മാവ് നിന്നോട് ചെല്ലാൻ
കാക്ഷിക്ക് സ്തോത്രം. എത്ര പേരുടെ കാക്ഷ ദൈവത്തെ ആരാധിക്കാനുള്ള അവസരത്തിന് വേണ്ടി നോക്കി പാർക്കുന്നത്. അതിന് ഒരു ഉദാഹരണം ഇല്ലെന്നേ സംഘടനക്കാർ പറയും. മാൻ നീർത്തോടുകളിലേക്ക് ചിലർ കാക്ഷിക്കുന്നത് പോലെ ദൈവം എന്റെ ആത്മാവ് നിന്നോട് ചെയ്യുവാൻ കാക്ഷിക്കുന്നു. 8 വീട്ടുകാരെ വിളിച്ച 8 വീട്ടുകാരെ തന്നെ വരാൻ വലിയ അവസ്ഥയാണ് അല്ലേ? വലിയ പ്രയാസം. പള്ളിയിൽ പോയാൽ കൊറോണ പോകും. മറ്റ് 7 ദിവസം എല്ലാം കളിക്ക് കുഴപ്പമില്ല. തൊഴിലുറപ്പിന് പോകുന്നവരുണ്ട്. തൊഴിലുറപ്പിന് പോയി എത്ര കാലം ഉണ്ടോ നിങ്ങൾ കൂടുതൽ ഉണ്ടോ ഉണ്ടോ? ഇവിടെ 6 മീറ്റർ അല്ലേ? അല്ല 2 മീറ്റർ ആയിരുന്നു. 6 അടിയായാലും കിട്ടാം കസേര. തൊഴിലുറപ്പിന് പോയ എത്ര കാലം ഉണ്ടോ? വേറെ ഏതിന് പോയാലും എത്രയായാലും ഏറ്റവും സുരക്ഷിതമായിട്ട് കൈ കഴുകാൻ വെള്ളം സാനിറ്റൈസർ എല്ലാം റെഡിയാക്കി വെച്ചേക്കും. ഇവിടെ വരാൻ പേടിയാണ് അല്ലേ? ഇവിടെ വരെ പേടി. 65 വയസ്സ് കഴിഞ്ഞവര് പള്ളി വരരുത്. അവർ ജോലിക്കൊക്കെ പോകും. ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് തന്നെയാണ്. ഈ ലോക സംഭവങ്ങളൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുമ്പോഴും ഞാനിപ്പോൾ എന്ത് മാറ്റമാണ് നമ്മളില്ല എപ്പോഴും പറയുന്നത് ഒരു ഇതായിട്ട് കൊണ്ടത് അലമുറയിട്ട് കരയുവാനായിട്ടാണ് ദൈവസന്നിധി. ദൈവസന്നിധിയിൽ അലമുറയിട്ട് കരയുവാൻ. ചോദിക്കുന്നുണ്ട്, കർത്താവ് 100 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? 50 പേരുടെ നശിപ്പിക്കുമോ? 10 പേരുടെ നശിപ്പിക്കുമോ? വാസ്തവമായി നിലവിളിക്കുന്ന പട്ടണ സഭയിലൂടെ സഭയ്ക്ക് ഒരനർത്ഥം വരികയില്ല. ദേശത്തിനർത്ഥം വരികയില്ല. നമ്മുടെ അടുത്തൊക്കെ വന്നിട്ടുള്ള നമ്മളെ സൂക്ഷിക്കാനാണ്. യഹോവ നിന്റെ വലഭാഗത്ത് നിനക്ക് യഹോവ നിന്റെ വലഭാഗത്തിന് തണൽ. പകൽ സൂര്യനെങ്കിലും നിന്നെ ബാധിക്കുകയും നിന്റെ എല്ലാ വഴികളും കാക്കേണ്ടതിന് ഞാൻ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പൊ ദൈവം സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മളെ സൂക്ഷിക്കും. സർക്കാരിനെ കൊണ്ട് പറ്റുന്നുണ്ടോ? പറ്റുമോ? ഞാൻ കഴിഞ്ഞ 30 ആഴ്ച പറഞ്ഞില്ലേ, ചൈനയെ തോൽപ്പിക്കാൻ വേണ്ടി ഫ്രാൻസിൽ നിന്ന് റഫാൽ യുദ്ധവിമാനങ്ങൾ 6 മേടിച്ചിട്ട് ചൈന എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ വൈറസിന്റെ അടുത്ത് ഇവിടെ പേടിച്ചിരിക്കുക. പ്രധാനമന്ത്രി ക്വാറന്റൈൻ ആവുന്നു, മുഖ്യമന്ത്രി ക്വാറന്റൈൻ ആവുന്നു, മന്ത്രിമാരൊക്കെ ആവുന്നു അല്ലേ? എല്ലാവർക്കും ഭയം. 91 സംഘം അത്യുന്നതന്റെ മറവ് സർവശക്തന്റെ ഇതിൽ 2ലാണ് ഈ കുഴപ്പം അല്ലേ? അവിടുന്ന് പിന്നെ പരിധിക്ക് പുറത്തു പോകാൻ കുഴപ്പം. പരിധിക്ക് ഇത് ഞാൻ ഇവിടുത്തെ കാര്യമില്ല പറഞ്ഞത്. ചില ഞങ്ങളുടെ അവിടെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ യൗവനക്കാർ സന്ധ്യയ്ക്ക് ഞാൻ എത്ര സ്നേഹത്തോടെ എത്ര പേരെ ശാസ്ത്രങ്ങളുണ്ട്. അവരോട് ഇതിന്റെ മദ്യമൊക്കെ ഉള്ളത് ഞങ്ങളുടെ അടുത്ത് കൊണ്ടൊരു താവളം. അവർക്ക് കൂടിയിരിക്കുന്നതിന് തമ്മിൽ സാമൂഹിക അകലം വേണം, സ്പർശനം പാടുന്നതൊക്കെ പറയുള്ളൂ. അവർക്ക് തമ്മിൽ ഇടുങ്ങിച്ചേർന്ന് ഒരു പാത്രത്തിൽ കുടിക്കാൻ നോക്കുന്നത് ഒരു കുഴപ്പമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കൊറോണ നമുക്ക് ഒരു ഭാഗവും അല്ലേ? ഏത് മനുഷ്യനും ഇവിടെ ചെന്നാൽ ഒരു ശ്വാസമാണ്. ഞാൻ വാക്കുകൾ നിർത്താനായിട്ട് പോയി. കർത്താവിന്റെ മേശയും തിന്മയുടെ മേശയും രണ്ടിലും ഒരുപോലെ അംശികളാകുവാനായിട്ട് പറഞ്ഞു. വേദപുസ്തകം വളരെ സ്വാതന്ത്ര്യത്തില്ല. ഏത് വേണമെങ്കിലും തരരുത്. യോശുവ അതാ പറഞ്ഞു, നിങ്ങൾക്ക് ആര് വേണമെന്ന് പറയാം. നദിക്കക്കരെയുള്ള ദേവന്മാരെ, അമൂല്യയുടെ ദേവന്മാരെ ആരെ വേണമെങ്കിൽ തരരുത്.
ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞാൽ വേദപുസ്തകം ആരെയും നിർബന്ധിക്കുന്നില്ല. ചെവിയുള്ളവൻ പക്ഷെ ഞാൻ വാക്കുകൾ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇപ്പൊ ഈ കൊറോണയുടെയൊക്കെ പ്രയാസമുള്ളതുകൊണ്ട് വീടുകളിലൊന്നും പോകുന്നില്ല. ഞാൻ വീട്ടിൽ പോകും. പക്ഷെ എല്ലാ വീടുകളിലും എല്ലാ വ്യക്തികളെ വെച്ച് പ്രാർത്ഥിക്കും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നാം ദൈവത്തെ മറക്കുമ്പോഴും നമ്മളെ മറക്കാതെ സ്നേഹിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെയൊക്കെ നമ്മൾ അവഗണിച്ചാ ജീവിക്കുന്നത്, കൽപ്പനകളെ അവഗണിച്ചാ ജീവിക്കുന്നത്. അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നീണ്ടു നിൽക്കുന്ന മഹാരോഗങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രോഗങ്ങൾ, പുതിയ പുതിയ രോഗങ്ങൾ, കുറെ വർഷങ്ങളായി എത്ര രോഗങ്ങളാണ് ലോകത്ത് വന്നത്. ഒന്നിനും മരുന്ന് കണ്ടുപിടിക്കും. ഇന്നത്തെ പേപ്പറിൽ കണ്ടു ഡിസംബറോടുകൂടെ ഇതിന് വാക്സിൻ ആകും. അല്ലേ? അടുത്ത കൊല്ലത്തെ വേറെ അല്ലേ? ഡിസംബറോടുകൂടെ ഇതിന് വാക്സിൻ കണ്ടുപിടിക്കും. അതിനപ്പുറത്തെ മനുഷ്യന്റെ ബുദ്ധിക്ക് എത്താത്തത് പോലെ. അല്ലേ? ദൈവത്തിന് വചനം വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ നിരൂപണങ്ങളല്ല എന്റെ നിരൂപണം. വളരെ ഞാൻ അയച്ചിട്ടുള്ള എന്റെ വചനം, അത് കാര്യം സാധിപ്പിക്കുന്ന വചനം, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് പോരുകയില്ല. അപ്പൊ ദൈവത്തിന്റെ ആലോചന ഭൂമി നടക്കും. ആ മാസത്തിൽ ഒരു 8 വിദ്യാലയ ആരാധിക്കുമ്പോൾ ഒരാൾക്ക് അവസരം ലഭിക്കുന്നത്, അത് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാർക്ക് പോകാനായിട്ട് താല്പര്യം, യൗവനക്കാർക്ക് ഒട്ടും താല്പര്യം. വളരെ വ്യക്തമായി പറയട്ടെ, ഇത് ദുഷ്കാലമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന സമയം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെ കാണുന്നത് ഈ സ്വർഗത്തിൽ നിന്ന് നോക്കും. ഈ കൊറോണയുടെ നാളിലെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുടെ സ്വർഗത്തിൽ ദൈവം നോക്കുന്നു. ആരെയാ കാണാൻ സാധിക്കും? ആരെയാ കാണാൻ സാധിക്കും? ഞാൻ വളരെ വ്യക്തമായിട്ട്, ഇത്രയും കൊറോണയൊക്കെ വന്നിട്ട് ഒരുപാട് പേര് ജോലിയൊക്കെ നഷ്ടപ്പെട്ടുള്ളത് അല്ലേ? നമുക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ളത് വരെ വന്നോ? നമുക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ട് വന്നു. ഇന്നും എനിക്ക് ഒരു മുട്ടും പറ്റി. അനേകര് ഒരുപാട് ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു വന്നത്, പ്രത്യേകിച്ച് വാഹനങ്ങളുടെ ജോലിക്കാര്, ഡ്രൈവർമാരും കണ്ടക്ടർമാരും. ഇപ്പൊ വഴിയാറിന്റെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. മീകറ്റും എന്നെ കൊടി ചെയ്ത് മനുഷ്യന് ഒരു മടി അല്ലേ? എന്ത് പണി ചെയ്ത്? കാരണം എങ്ങനെയെങ്കിലും ആഹാരത്തിന്റെ വക ലഭിക്കണം. അത്രമാത്രം ജനം ഭാരപ്പെടും. അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു വഴി നടത്തുമ്പോൾ നമുക്ക് വായിച്ചവർ പറയുന്നു, ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും പ്രമാണിച്ച് അനുസരിച്ച് നടക്കാൻ ഞാൻ യഹോവയുടെ വിലത്തിന്റെ സന്തതിയുടെ പേരിൽ നീണ്ടു നിൽക്കുന്ന മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കുടുംബപ്രാർത്ഥന ഇല്ലെങ്കിൽ കുടുംബപ്രാർത്ഥന ആരംഭിക്കണം. തീർച്ചയായും ദൈവവചനം വായിക്കുവാൻ കൂടുതൽ സമയം കണ്ടെത്തുക. ദൈവത്തിന്റെ വചനം പഠിക്കുക. ആർക്കാരും സാധിക്കുന്നു ദൈവത്തിന്റെ വചനം പഠിക്കുവാനായി. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ ദൈവത്തോട് പറ്റി, അവൻ എന്നോട് പറ്റി, ദൈവത്തോട് പറ്റി. ദൈവത്തോട് പറ്റിയെന്ന് പറയുന്നത് ദൈവം നമ്മുടെ അടുത്തോട്ട് പറ്റാൻ ദൈവവചനത്തോട് പറ്റിച്ചേർന്നിരിക്കുകയാണ്. ദൈവവചനത്തിൽ ആശ്രയിക്കുകയാണ്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ. അപ്പൊ ഇതിനൊക്കെ വിടുവിക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനത്തിനെ കഴിയും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഓരോ പ്രാവശ്യം നമ്മൾ സംസാരിച്ചുകൊണ്ട് നാം ഏതൊക്കെ നാം ഭയപ്പെടുന്നതാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ശ്രമിച്ചു നോക്കട്ടെ, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കാൻ സഹായിക്കും. എന്റെ
നീതിയുള്ള വലങ്കൈ കൊണ്ട് അങ്ങനെ താങ്ങുന്ന ഒരു ദൈവമാണ്. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ. അതുകൊണ്ട് രോഗമായിക്കോട്ടെ, പ്രയാസമായി, ക്ഷീണമായിക്കോട്ടെ ഒക്കെ മധ്യത്തിൽ നമ്മളെ കരുതി ദൈവം എന്നോട് എന്ത് ചെയ്യുന്നു, ഞാൻ ദൈവത്തോട് എന്താ ചെയ്യുന്നു, എനിക്ക് എന്താ ചെയ്യുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ട്, സമാധാനം, ചൈതന്യം നഷ്ടപ്പെട്ടൊക്കെ ജീവിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും പ്രയാസത്തിലും ഒക്കെ എന്റെ അടുത്തേക്ക് കർത്താവിലേക്ക് ഹൃദയം തുടങ്ങിയവർക്ക് സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു. മനസ്സ് തകർന്ന മനസ്സോടെ ദൈവത്തിന്റെ സ്ഥലം കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഭാര്യയുടെ പ്രയാസങ്ങളിലെ രോഗങ്ങളുടെ ഒക്കെ മധ്യത്തിൽ കർത്താവ് ഞങ്ങളുടെ അയൽപ്രദേശങ്ങളിൽ, ഞങ്ങളുടെ പഞ്ചായത്തിലൊക്കെ ഈ പകർച്ചവ്യാധി വന്നല്ലോ. ഹല്ലേലൂയ. കർത്താവെ, ഞാൻ അങ്ങയോട് പറ്റിയിരിക്കുക, എന്നെ വിടുവിക്കണമെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ വലിയ വിടുതൽ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ ഓർപ്പിച്ചതുപോലെ ഉറവുകളെ ഒന്ന് കണ്ടെത്തുവാൻ, എവിടെയാണ് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഈ സംക്രമം, ഈ പ്രശ്നത്തിൽ ഇനി വരും എന്നാണ് നമുക്ക് ഈ കർത്താവിന്റെ മേശയിലേക്ക് അടുത്തു വരുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ചില മാസങ്ങളായി വരുന്നില്ല ഗവൺമെന്റ് സർവീസ് എന്നാണ് ഇത് അനുഭവിക്കാൻ സാധിക്കും. വളരെ താല്പര്യത്തോടെ കർത്താവിൻ്റെ ശരീരങ്ങളിൽ പങ്കാളികളാകുക, മനുഷ്യരാകുക, തീർച്ചയായിട്ടും പങ്കാളികളാകുക. ഓരോ പ്രാവശ്യവും നാം ശക്തീകരിക്കപ്പെടും, നാം ബലം പ്രാപിക്കും, നാം ശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് ഈ ഇരുപതാഴ്ച മനസ്സിലാക്കുന്നുണ്ട്, വിശുദ്ധിയോടെ ജീവിക്കാൻ